എത്രത്തോളമെന്നാൽ തീവ്രവാദത്തിന്റെ പര്യായപദമായി ഇസ്ലാമിനെ എങ്ങനെയൊക്കെ ചേർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുമെന്നുള്ളത് ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയുടെ പല ഫലങ്ങളാണ് ഇന്നിന്റെ നവമാധ്യമങ്ങളിലും അതല്ലാത്ത മറ്റെല്ലാ മേഖലകളിലും നമുക്ക് കാണുവാൻ കഴിയും. ആരെങ്കിലും ഒരു തീവ്രവാദിയെ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഒരു തീവ്രവാദി എന്ന് പറഞ്ഞാൽ അതിനെ വിശ്വസിപ്പിക്കണമെങ്കിൽ, ഒരാളെ കണ്ടാൽ അയാൾ തീവ്രവാദിയാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കണമെങ്കിൽ അയാൾക്കൊരു തൊപ്പി ഉണ്ടായിരിക്കണം, അയാൾക്ക് താടി ഉണ്ടായിരിക്കണം, അയാൾക്ക് തലപ്പാവുണ്ടായിരിക്കണം. ഈ 3 ഘടകങ്ങൾ നിർബന്ധമായിക്കൊണ്ടും ഒരു തീവ്രവാദിക്ക് കൂടിയേ തീരൂ എന്നുള്ള രീതിയിൽ വർത്തമാന കാലഘട്ടം എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ആഗോള തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളുടെ പരിണിത ഫലമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതെ, ഇന്നത്തെ തീവ്രവാദിയുടെ ആ കോസ്റ്റ്യൂം അതാണ്. താടി ഉണ്ടാകണം, തൊപ്പി ഉണ്ടാകണം, തലപ്പാവുണ്ടാകണം. വ്യക്തമായി പറഞ്ഞാൽ മുസ്ലിം ആകണം. അതേ നിബന്ധനയുള്ളൂ. മുസ്ലിമാണ് തീവ്രവാദി. ഇതാണ് ഇന്നിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെയും നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തെയും പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദം, തീവ്രവാദി അവൻ മുസ്ലിമാണ്, മുസ്ലിമീങ്ങളാണ് തീവ്രവാദികൾ എന്നാണ് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ തിരിച്ചറിയണം, മുസ്ലിമീങ്ങളാണോ തീവ്രവാദികൾ? മുസ്ലിമീങ്ങളിൽ തീവ്രവാദികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ മുസ്ലിം നാമധാരികൾ തീവ്രവാദികളായി രംഗപ്രവേശനം ചെയ്യുന്നുണ്ടാകാം. പിടിക്കുന്ന ആളുകൾക്ക്, തീവ്രവാദ കേസുകളുമായി ബന്ധപ്പെട്ട് പിടിക്കുന്നവർക്ക് മുസ്ലിം നാമധാരികളായിരിക്കാം അവർ. അവരുടെ പേരുകൾ കേൾക്കുമ്പോൾ നല്ല ഇടുപ്പമുള്ള, മുഴക്കമുള്ള ചിലപ്പോൾ സ്വഹാബത്തുകളുടെ പേരുകളായിരിക്കും, അല്ലെങ്കിൽ പല മഹത്തുക്കളുടെയും മഹാന്മാരുടെയും ഒക്കെ പേരുകളായിരിക്കും, അറബി നാമധാരികളായിരിക്കും എന്ന് കരുതിയിട്ട് ഇവരൊക്കെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ ചേർത്തുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ തരത്തിൽ അധപ്പതിച്ചു പോയതാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള കുൽസിത ശ്രമക്കാരുടെയും കുബുദ്ധികളുടെയും ഈ തരത്തിലുള്ള പ്രവൃത്തികൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് അത്യാവശ്യം തന്നെയാണ്. മുസ്ലിമീങ്ങൾ, ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, മുസ്ലിം നാമധാരികൾ മാത്രമല്ലല്ലോ തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെടുന്നത്. തീവ്രവാദം ആ മതത്തിന് മാത്രം അങ്ങനെ തീരെഴുതി കൊടുക്കാൻ. അത് 2001 സെപ്റ്റംബർ 11, ആ സെപ്റ്റംബർ 11 ഒസാമ ബിൻ ലാദന്റെ നേതൃത്വത്തിൽ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചു. അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത്. അത്രയും നാളുകൾക്ക് ഞങ്ങളെ ഭരിക്കുവാൻ, ഞങ്ങൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ഒരാൾക്കും കഴിവില്ല. ലോകത്തിന്റെ ഭൂമിയുടെ ധൂളീപടലത്തിന് മുകളിൽ വീഴ്ച പറക്കുന്നത് പോലും ഞങ്ങൾക്ക് നിരീക്ഷിച്ചറിയുവാൻ കഴിയും. ആ തരത്തിൽ ഞങ്ങളുടെ സംവിധാനങ്ങൾ വികസിച്ചിട്ടുണ്ടെന്ന് വല്ലാതെ അഹങ്കാരത്തോടുകൂടി ലോകത്തിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞ അമേരിക്കയ്ക്ക് ഏറ്റ ആദ്യത്തെ പ്രഹരമായിരുന്നു ഒസാമ ബിൻ ലാദന്റെ കയ്യിൽ നിന്നും 2001 സെപ്റ്റംബർ 11 ഏറ്റത്. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. ഞാനതിനെ ന്യായീകരിക്കുന്നതല്ല. ആ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷമാണ് ഈ തരത്തിൽ മുസ്ലിം ലോകത്തിന്റെ മേൽ തീവ്രവാദത്തിന്റെ ചാപ്പ കുത്താൻ തുടങ്ങിയത്. എന്നാലോ 1945 ആഗസ്റ്റ് 6, 9 തീയതികളിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചത് ആരായിരുന്നു? അമേരിക്ക എന്ന് പറയുന്ന കറുത്ത രാഷ്ട്രീയവൽക്കരണത്തിന്റെ വിഭാഗമായിരുന്നു. 1945 ആഗസ്റ്റ് 6, 9 തീയതികളിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചത്. ഇന്നും അവിടെ ജനിക്കുന്ന ഓരോ കുട്ടികൾക്കും അംഗവൈകല്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഇന്നും ആ ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും ദുരന്തഭാരം പേറിക്കൊണ്ടാണ് അവിടത്തെ കുട്ടികൾ ജനിച്ചു വീഴുന്നതെങ്കിൽ, എന്തുകൊണ്ടാണ് 945 ലോകത്തിന് മുമ്പിൽ അണുബോംബ് എന്ന് പറഞ്ഞ തരത്തിൽ വലിയ ലോകത്തിൽ വലിയ വിപത്തുണ്ടാക്കി വെക്കുവാൻ പോകുന്ന ഈ ഒരു സ്ഥാനം പരിചയപ്പെടുത്തിയ അമേരിക്കയെ എന്തുകൊണ്ടാണ് തീവ്രവാദ രാഷ്ട്രമായി പ്രഖ്യാപിക്കാത്തത്? എന്തുകൊണ്ടാണ് ആ രാജ്യത്തിന്റെ ഭൂരിഭാഗം വരുന്ന ക്രൈസ്തവ മതവിഭാഗത്തെ തീവ്രവാദത്തിന്റെ മതഭൂരിഭാഗ വിഭാഗമായിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നത്?
സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാ? മുസ്ലിം ലോകത്തിന് മാത്രം ഒരു വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആക്രമണത്തിന്റെ പേരിൽ അന്ന് തൊട്ട് മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം തീവ്രവാദത്തിന്റെ പേരിൽ കുരിശിൽ കയറ്റുമ്പോ 945 ഇത്രയും വലിയ ഭീകരവാദ പ്രവർത്തനം ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ചത് അമേരിക്കയാണെന്ന് ഇന്നും ലോകം മനഃപൂർവ്വം വിസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയോ 1992 ഡിസംബർ 6 ലോക ജനതയ്ക്ക് മുകളിൽ, ലോക ജനതയുടെ മുമ്പിൽ ഇന്ത്യയുടെ മാനം ഇത്രത്തോളം അധപ്പതിച്ചു പോയ ഒരു ദിവസം ചരിത്രത്തിലില്ല. 1992 ഡിസംബർ 6 450 വർഷക്കാലം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടിക്കൊണ്ട് സുജൂദ് ചെയ്ത പരിശുദ്ധ ഭവനം ബാബരി മസ്ജിദ് തച്ച് തകർത്ത് തരിപ്പണമാക്കിയത് 1992 ഡിസംബർ 6 ഏത് ബാബരി മസ്ജിദാണെന്ന് അറിയുമോ? അത് ഈ രാജ്യത്തിന്റെ സുപ്രീം കോടതി, ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം, ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ആ ബാബരി മസ്ജിദിന് ഒരു പോറൽ പോലും ഏൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിധിന്യായം പുറപ്പെടുവിച്ച ബാബരി മസ്ജിദ് ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം പറഞ്ഞിട്ടും അതൊന്നും യാതൊരു തരത്തിലും കൂസലായി എടുക്കാതെ അത് വലിയ കൊട്ടിഘോഷങ്ങളോടുകൂടെ ബാബരി മസ്ജിദ് തകർത്തെറിഞ്ഞതാരായിരുന്നു? ഇവിടത്തെ രാജ്യത്തിന്റെ പട്ടാളക്കാര് നോക്കി നിൽക്കുമ്പോ, ഈ രാജ്യത്തിന്റെ പട്ടാളക്കാരെ നോക്കി നിൽക്കുന്ന സന്ദർഭത്തിൽ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ഒരു കുഴപ്പവും സംഭവിക്കരുത് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ബാബരി മസ്ജിദ് തച്ച് തകർത്ത് തരിപ്പണമാക്കിയത്, ഞാൻ പറയുന്നു, ഹൈന്ദവ മതവിശ്വാസികളാണെന്ന് അഭിപ്രായമില്ല, പക്ഷെ ഹൈന്ദവ നാമധാരികളായിരുന്നു. അല്ലെന്നാർക്കെങ്കിലും പറയുവാൻ കഴിയുമോ? ബാബറി മസ്ജിദ് തകർത്തെറിഞ്ഞത് ഹൈന്ദവ നാമധാരികളായിരുന്നു. ഒരു രാജ്യം, ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ വിധിന്യായത്തെ ഒട്ടും വകവെക്കാതെ അതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഈ തരത്തിലുള്ള അരാജകത്വ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഹൈന്ദവ നാമധാരികളായിരുന്നു എന്നുള്ള വസ്തുത നിലനിൽക്കെ എന്തുകൊണ്ടാണ് ഹൈന്ദവ മതവിശ്വാസികളുടെ മേൽ തീവ്രവാദത്തിന്റെ ചാർത്ത് കിട്ടാത്തത്? എന്തുകൊണ്ടാണ് അവരെ തീവ്രവാദത്തിന്റെ മുഴുവൻ കാറ്റലോഗ് അവർക്ക് കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ്? അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ലോകത്ത് വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയത് മുസ്ലിം നാമധാരികൾ മാത്രമല്ല. മുസ്ലിം നാമധാരികൾ മാത്രമല്ല, അതിൽ ഹൈന്ദവ നാമധാരികൾ ഉണ്ടാകും, അതിൽ ക്രൈസ്തവ നാമധാരികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ പഴങ്കഥയാക്കി മാറ്റിയിട്ട്, ഇതൊക്കെ മനഃപൂർവ്വം മറന്നു കളഞ്ഞുകൊണ്ട് എല്ലാം ചെയ്തത് മുസ്ലിമീങ്ങൾ, എല്ലാം രാജ്യത്തും ലോകത്തും കുഴപ്പമുണ്ടാക്കുന്നത് മുഴുവനും ഇസ്ലാമും മുസ്ലിമീങ്ങളുമാണ് എന്ന് മനഃപൂർവ്വം വരുത്തി തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയുകയില്ല. ഒരിക്കലും ഈ തരത്തിൽ ഒരു ഇരട്ടത്താപ്പ്, ഒരു രണ്ട് നീതി വ്യവസ്ഥ നമുക്കൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. പാഠമാറേണ്ട സാഹചര്യമാണ്. കാരണം ഒരു കാരണവശാലും ഈ തരത്തിലുള്ള തീവ്രവാദങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മതമല്ല ദീനുൽ ഇസ്ലാം. وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെതിരിൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെ നീചമായ നികൃഷ്ടമായ ഭാഷയിൽ ആളുകൾ സംസാരിക്കുവാൻ തുടങ്ങിയപ്പോ മുഹമ്മദിന് ഭ്രാന്താണെന്നും മുഹമ്മദ് പ്രചരിപ്പിക്കുന്നത് കള്ളനാണയങ്ങളാണെന്നും പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾക്ക് മേൽ പരിശുദ്ധമായ ഖുർആൻ അവതരിച്ചില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, എന്റെ അടിമയുടെ മേൽ ഞാൻ ഇറക്കിയതിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ തർക്കിക്കുകയല്ല വേണ്ടത്, ഇത് കള്ളമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ കൊണ്ടുവരൂ ആ ഖുർആനിന് സമാനമായ ഒരു ഖുർആനല്ല, അതിന്
സമാനമായ ഖുർആനിന്റെ സൂക്തത്തിന് സമാനമായ ഒരു സൂക്തമെങ്കിലും നിങ്ങൾ കൊണ്ടുവരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ വെല്ലുവിളിച്ചപ്പോ ആ വെല്ലുവിളി ഇന്ന് 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഏറ്റെടുക്കാൻ കഴിയാത്തതിന്റെ ചുരുക്കും വെറുപ്പും മുസ്ലിം സമുദായത്തോട് ഈ തരത്തിലുള്ള ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തീർക്കുന്നത് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ള ബോധമാണ് ലോകത്തിനുണ്ടാകേണ്ടത് എന്നാണ് നമ്മൾക്ക് പറയുവാനുള്ളത്. ഇതെല്ലാം ഇസ്ലാമിനെ തകർക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. എന്നാൽ ഇതൊന്നുമല്ല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഒരാളെയും അകാരണമായി ആക്രമിക്കുവാൻ അല്ലാഹുവിന്റെ മതം അനുശാസിക്കുന്നില്ല. നിങ്ങൾ യുദ്ധത്തിലാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പകയോടുകൂടി വെട്ടിമുറിക്കപ്പെടുന്ന രണാങ്കളത്തിൽ വെച്ചാണെങ്കിൽ പോലും നിങ്ങൾ കുട്ടികളെയും സ്ത്രീകളെയും ആക്രമിക്കുവാൻ പാടില്ല എന്ന് പഠിപ്പിച്ച യുദ്ധ നിയമങ്ങളാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനുള്ളതെങ്കിൽ അത് പഠിപ്പിച്ച ഹബീബിന്റെ തലപ്പാവിൽ ബോംബ് വെച്ച് കെട്ടിക്കൊണ്ട് കാർട്ടൂൺ മറക്കുന്നവർ ലോകത്തിന്റെ മുമ്പിൽ സമാധാന പ്രിയരാണെങ്കിൽ അതും കണ്ടും കേട്ടുകൊണ്ടും സമാധാനത്തിന്റെ വക്താവായി ചമഞ്ഞിരിക്കുന്ന അത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതിനെതിരെ വളരെ വികൃതമായ രീതിയിൽ പ്രതികരിക്കുവാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൗനം ദീക്ഷിക്കുന്ന പണ്ഡിതന്മാർക്ക് മേൽ ഇനിയും കുതിര കയറുമ്പോ ഇതൊക്കെ കണ്ടും കേട്ടും സഹിച്ചും മടുത്തു എന്നാണ് മുസ്ലിം സമുദായത്തിന് പറയാനുള്ളത്. അള്ളാന്റെ ഹബീബിന്റെ തലപ്പാവിന് ബോംബ് വെച്ച് കിട്ടി, എന്നിട്ട് അത് കാർട്ടൂണാക്കി അച്ചടിച്ചിറക്കി. ഇതൊന്നും ഒരിക്കലും മതേതരത്വത്തിന് നിരക്കുന്നതല്ലെന്ന് ലോകത്തിന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. എന്നാലും വീണ്ടും പറയും, മുസ്ലിം സമുദായമാണ് ഒന്നടങ്കം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഒരു മതവിഭാഗത്തിനും ആരൊക്കെ എന്തൊക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും ആരൊക്കെ തീവ്രവാദ പ്രവർത്തനം നടത്തിയാലും അവർക്ക് നമ്മളൊരു മതം ചാർത്തി കൊടുക്കുമ്പോൾ, ഒരു മതത്തിന്റെ ഐഡന്റിറ്റി അവർക്ക് നമ്മൾ നൽകുമ്പോൾ അവർ ഒന്നുകൂടി ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിന് ഇസ്ലാമുമായി ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ അത് അവിടെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന വെറും ഒരു സംഘടന ഒരു മതവിഭാഗമായി ഒരു മതവിഭാഗത്തോട് ചേർന്നുകൊണ്ട് വളരെയധികം വേഗത്തിൽ വളരുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. RSS എന്ന് പറയുന്ന ഭീകര സംഘടനയെ ഒരു കാരണവശാലും ഹൈന്ദവ മതത്തോട് നമ്മൾ ചേർത്ത് പറയുവാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അത് അവർക്ക് വളമാവുകയാണ് ചെയ്യുന്നത്. തീവ്രമായ യാതൊരു നിലപാടുകളുമില്ലാതെ മത അനുരഞ്ജനത്തോട് കൂടിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഹൈന്ദവർക്കിടയിൽ അതൊരു സ്പ്രദ്ധ വളർത്തുവാൻ കാരണമാക്കുക മാത്രമല്ല, ആ ഭീകര സംഘടനയെ കൂടുതൽ വളർത്തുവാനാകും അത് ഉപകരിക്കുക. ഈ തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മതത്തെയും നമ്മൾ ഒരു തീവ്രവാദ സംഘടനയോടും ചേർത്ത് പറയുവാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും തീവ്രവാദ സംഘടനകളോട് അവർക്ക് നമ്മളൊരു മതത്തിന്റെ ഐഡന്റിറ്റി കൊടുക്കുമ്പോൾ അവർ കൂടുതൽ ശക്തിപ്പെടുന്നു. ഒരു മതവിഭാഗം ഒന്നടങ്കം അവരുടെ പീഡനങ്ങൾ, അവർ നടത്തിക്കൂട്ടുന്ന കോമാളിത്തനങ്ങൾക്ക് ഒരു മതവിഭാഗത്തെ ഒന്നടങ്കം നമ്മൾ കുറ്റക്കാരാക്കുവാനും പാടില്ല. ഈ ബോധമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആരെങ്കിലും എവിടെങ്കിലും പോയി കൊണ്ടെന്തെങ്കിലും ചെയ്താൽ അതിന് ഒരു മതവിഭാഗത്തെ ഒന്നടങ്കം അതിന്റെ പേരിൽ ക്രൂശിക്കുന്നത് ശരിയായ നിലപാടല്ല. ആരെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഏതെങ്കിലും ആളുകൾ തീവ്രവാദ പ്രവർത്തനം ചെയ്യുമ്പോ ഇത് ഞങ്ങളുടെ മതവിശ്വാസികളാണെന്ന് പറഞ്ഞുകൊണ്ട്, ഇവർ ചെയ്യുന്നത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും രംഗത്ത് വരുന്നുണ്ടോ? ഒരിക്കലുമില്ല. എല്ലാവരും അതിനെ തള്ളിപ്പറയുന്നു. ഇതൊന്നും ഞങ്ങളുടെ മതം പറയുന്നതല്ലെന്ന് അവർ ആവർത്തിച്ച് പറയുമ്പോ എങ്ങനെയാ ഒരു മതത്തിന്റെ മേൽ ഈ തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ നമ്മൾ കെട്ടിയാരോപിക്കുക? ഇത്തരം കോമൺ സെൻസോടുകൂടി ചിന്തിക്കുന്നവർക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളോടുള്ള നിലപാടുകൾ മനസ്സിലാക്കുവാൻ